സ്ത്രീകൾ ഒരിക്കലും മറക്കത്തില്ല അവരെ പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ എല്ലാവരും ട്രീറ്റ് ചെയ്തേ അല്ല പോസ്റ്റ്മോർട്ടം ടൈമിൽ എങ്ങനെയാണെന്നൊക്കെ. എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ കുറേ അനുഭവിച്ചതാണ് കേട്ടോ. 5 മാസം വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ തുള്ളിച്ചാടി നടക്കുമായിരുന്നു. ഒരു വൊമിറ്റിങ് പോലും എനിക്ക് ആ ടൈമിലൊന്നും വന്നിട്ടില്ല. ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു താമസവും ജോലിക്ക് പോക്കും എല്ലാം. ആകെ എനിക്കൊരു ഹെൽപ്പ് എന്ന് പറയാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു കേട്ടോ 5th മന്തിൽ, അതും എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതും ബെഡ് റെസ്റ്റ് പറഞ്ഞതും എല്ലാം. ട്രാവൽ ചെയ്യാനും പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് നാട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല. ചില സിറ്റുവേഷൻസ് കാരണം എൻ്റെ പേരൻസിനാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയൊരു ടൈമായിരുന്നു അത്, എൻ്റെ പ്രഗ്നൻസി. ആ ടൈമിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ടും ഹെൽപ്പും എല്ലാം എൻ്റെ അനിയത്തിയും പിന്നെ ഒരു ഫ്രണ്ടും ആയിരുന്നു. ഫിസിക്കലി ഇല്ലെങ്കിലും മെൻ്റലി ദീപും ഒരു സപ്പോർട്ടായിരുന്നു കേട്ടോ. എൻ്റെ അനിയത്തി പാവം, അവൾ രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കോളേജിൽ പോകും. ആകെ 20 വയസ്സേ ഉള്ളൂ. വൈകിട്ട് ഓടി വരും എനിക്ക് പാലൊക്കെ ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞ്. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ടൈമിൽ, എന്നെ സ്വന്തം പോലെ നോക്കിയൊരു ഫ്രണ്ട്. അങ്ങനെ അനിയത്തിയും ആ ഫ്രണ്ടും ശരിക്കും എനിക്ക് ലൈഫിൽ മോസ്റ്റ് സ്ട്രഗ്ലിങ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പീരീഡിൽ ഒരു പില്ലറായിട്ട് നിന്നവരാണ്. അപ്പോൾ നമ്മൾ എത്ര മോശം സിറ്റുവേഷനിലാണെങ്കിലും അല്ലെ എത്ര സ്ട്രഗ്ലിംഗ് ആണെങ്കിലും ദൈവത്തിന് പ്ലാനുകളുണ്ട്. ആ ടൈമിൽ ദൈവം ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വിടും നമുക്കൊരു സഹായമായിട്ട്. താങ്ക്സ് അക്കു ആൻഡ് എൻ്റെ ആ ഫ്രണ്ടിനും. ഞാൻ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും അവരോട്.